Hello, hi, dear friends. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം വളരെ വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഇതൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുട്ട കൊണ്ടുള്ള ഏത് വിഭവം ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്, ശരിയല്ലേ? കാര്യം മുട്ട എപ്പോഴും നമുക്ക് വീട്ടിലുള്ള സാധനമാണ്. പിന്നെ അതുപോലെ വിലയും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മുട്ട വെച്ച് തന്നെ ഒരു ഐറ്റം ആയിക്കോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇത് ചിക്കനൊന്നും ഇല്ലെങ്കിലും നമ്മൾക്കൊരു ബട്ടർ ചിക്കൻ പോലുള്ളൊരു ഗ്രേവിയോടുകൂടി ആഹാരം കഴിക്കാൻ തോന്നിയാൽ എന്താ ചെയ്യേണ്ടത്? ചപ്പാത്തിക്കൊരു ബട്ടർ ചിക്കൻ ഇല്ല, ചിക്കൻ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ മുട്ട കൊണ്ട് എഗ് ബട്ടർ മസാല, അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു മുട്ടയുടെ അളവ് ഒരു 5 or 6 നിങ്ങളുടെ ഇഷ്ടം പോലെ അടുപ്പിലേക്ക് മുട്ട വേവിക്കാനായിട്ട് ഇടാം. അപ്പോൾ മുട്ടയുടെ ഒരു ബോയിലിംഗ് ടൈമുണ്ട്, അത് ഏകദേശം ഒരു 7 മുതൽ 8 മിനിറ്റിനകത്ത് അത് നന്നായിട്ട് ഹാർഡ് ബോയിൽഡ് എഗ്ഗായിട്ട് കിട്ടും. ആ സമയം കളയണ്ട. നമ്മളിപ്പോൾ സവാള 2 എണ്ണം നോക്കിക്കോളൂ. ഇത് അരിയുന്നത് വളരെ ഫൈനായിട്ട് ഒരുപാട് കനം കുറച്ച് അരിയണം എന്നില്ല, ഇച്ചിരി വലിപ്പത്തോടു കൂടി അരിഞ്ഞാലും പ്രശ്നമില്ല, നോക്കിക്കോളൂ. ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരുപാട് കട്ടി ഉറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റുന്ന പോലെ അരിയാം. അപ്പോൾ ഇത്രയും 2 സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു 3 വലിയ ടൊമാറ്റോ. ഓക്കെ, ഇതിനെയും കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ അരിയാം. പച്ചമുളകിനെ ഇങ്ങനെ മുറിച്ച് വയ്ക്കും. ഒരു സൈഡിലിരിക്കട്ടെ. ഇനി ആദ്യം ചെയ്യേണ്ട കാര്യം ടൊമാറ്റോ പ്യൂറി. അപ്പോൾ ഈ വലിയ പീസസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നു, 2 പ്രാവശ്യമായിട്ട് എടുക്കും. നന്നായിട്ടൊന്ന് അരയണം. അപ്പോൾ ടൊമാറ്റോ പ്യൂറി, ഫ്രഷ് ടൊമാറ്റോ ആണ് അരച്ചെടുത്തത്, കണ്ടല്ലോ. അപ്പോൾ മുട്ട വേകുന്ന സമയം കൊണ്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. അതായത് ഈ സവാള, ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കണ്ടല്ലോ, അത് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതൊഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതി. 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് സവാള. ഓക്കെ, മുട്ട പുഴുങ്ങിയത് ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു 8 മിനിറ്റ് സമയമായി. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. തീ ഓഫ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകണം എന്താണെന്ന് നോക്കിക്കോളൂ. സവാള അവിടെ കിടക്കട്ടെ. ഞാൻ ഈ വെള്ളം മാറ്റിയിട്ട്, നല്ല ചൂടുവെള്ളമല്ലേ, എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കും. നല്ല ഐസ് വാട്ടർ ഒഴിച്ച് വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് അതിൻ്റെ തോട് മാറ്റാം. സോഫ്റ്റ് ആൻഡ് ടെൻഡർ, അത്ര ആവശ്യമുള്ളൂ. ഞാൻ ഈ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ടത് തണുക്കാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്താൽ ഏത് കുക്കിങ്ങും ഭയങ്കര ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ സവാള തണുക്കാനായിട്ട് വെച്ചല്ലോ, ഈ ഒരു സമയം മുട്ട പൊട്ടിച്ച് അതിൻ്റെ തോടിൽ നിന്ന് മാറ്റും. അപ്പം നമ്മളുടെ സവാള വഴറ്റി വെച്ചത് തണുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുന്നു. നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് ഒരു ഓണിയൻ പേസ്റ്റ്. ഓണിയൻ മാത്രമല്ല കേട്ടോ ഞാൻ ചേർക്കാൻ പോകുന്നത്, ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് കുതിർത്തതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുത്തതും വെച്ചു. ഇനി ഇതിനകത്തേക്ക് ഇതേ കുതിർത്ത അണ്ടിപ്പരിപ്പ്, അത് 50 ഗ്രാം. നിങ്ങളുടെ 25 ഗ്രാംസ് ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും 50 ഗ്രാംസാണ് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ. ഈ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അല്പം വെള്ളം കൂടി ഒഴിക്കാം, അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തു. ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ, നമുക്ക് സമയമാകുമ്പോൾ എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ മുട്ട എഗ് ബട്ടർ മസാല, മുട്ട ബട്ടർ മസാല. യെസ്, ഇതിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെണ്ണ, ഒരു 50 ഗ്രാം വെണ്ണ. അപ്പോൾ ആദ്യം ഒരു 50 ഗ്രാം വെണ്ണയും അതിൻ്റെ കൂടെ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ.
അപ്പോൾ വെണ്ണയും ആ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇങ്ങനെ മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോണത് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്. ഈ 2 കാര്യങ്ങളാണ്. 1.5 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കാം. ഇപ്പോഴേ ചേർക്കാം, അത് നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ചേർക്കാം. ഇത് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ചതച്ച് ചേർത്താലും മതി നന്നായിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വെണ്ണ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിനെക്കാട്ടിലും, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ചൂടാകാൻ തുടങ്ങുന്ന സമയത്ത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചൂടാകുന്നതാണ്. അല്ലെങ്കിൽ ഭയങ്കര പൊട്ടലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഇത്ര ഫൈനായിട്ട് അരച്ച പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെറുതായിട്ട് ചതച്ചിട്ടായാലും മതി, പിന്നെ അല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതിയാകും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് ഉണങ്ങി എണ്ണയൊക്കെ തെളിയുന്നൊരു പാകമായില്ലേ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം മഞ്ഞൾപ്പൊടി. തീ അല്പം കുറയ്ക്കാം. എന്നിട്ട് ഇനി അടുത്തത് മുളക് പൊടി. പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, എങ്കിലും 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, പിരിയൻ മുളകിൻ്റെ പൊടി. 1.5 വരെ ആകാം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറണം, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലേ ടൊമാറ്റോ പ്യൂറി, അത് ചേർക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നു എന്നല്ലേ, എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകം മസാലയിൽ നിന്ന്. എന്നിട്ടാണ് ടൊമാറ്റോ അരച്ചതും ചേർക്കുക. വീണ്ടും തീ കൂട്ടി കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പും കൂടി ചേർക്കാം. എണ്ണ തെളിയട്ടെ, അതുവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ടൊമാറ്റോയുടെ പച്ചച്ചുവയെല്ലാം മാറി, ഇത് നോക്കിയേ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ടാണ് കുരുമുളക് പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കൂടി അരച്ച പേസ്റ്റ്, ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ബൗളിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് 1.5 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അത് ആദ്യം 1 കപ്പ് ഒഴിച്ചു. ഇനി ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് മിക്സിയുടെ ബൗൾ കഴുകി ഒഴിക്കാം. ഇനി ഞാൻ വീണ്ടും തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുന്നു. നല്ലൊരു തിള വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കാം. ആഹാ, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടിരിക്കണം. നോക്കിയേ എന്ത് രസമായിരിക്കണോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ടാൽ നല്ല എരിവായിരിക്കും, 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. അപ്പോൾ തിള വരാൻ തുടങ്ങുന്ന ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചേർക്കണം. ഒന്ന് കസൂരി മെത്തി പൊടിച്ചതോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഞെരടിയിടുകയോ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഗരം മസാല പൗഡർ, അതും ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഈ 2 കാര്യങ്ങളും ഓക്കെ. അതെ, ഇപ്പോൾ നല്ല തിക്കായി വരുന്നു, അല്ലെങ്കിൽ തന്നെ നല്ല കുറുകിയ പേസ്റ്റാണ്. ഇപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഗരം മസാല പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടു. ഇനി ഞാൻ കസൂരി മെത്തി, ശരിക്കും പറഞ്ഞാൽ പൗഡർ ഫോമിൽ ഇല്ല എൻ്റെ കയ്യിൽ, അതേ നോക്കിയേ ഉണങ്ങിയത് ഇത്രയുണ്ട്. അതിനെ ഞാനൊന്ന് പൊടിച്ചിടാൻ പോകും. അത് കൈ കൊണ്ട് തന്നെ ആഹാ, നല്ല മണം, ഒരു ബട്ടർ ചിക്കൻ്റെയൊക്കെ മണം വരുന്നു. ആഹാ, നല്ല ഗ്രേവി, അതുപോലത്തെ ഗ്രേവിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയുടെ പുഴുങ്ങിയ മുട്ട ഒന്നുകിൽ നമുക്ക് മുഴുവനോടെ ഇടാം, അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് ഇടാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, കാര്യം മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുട്ട ഇതിനകത്തേക്ക് ചേർത്താൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അത് കാരണം ഒരു കാര്യം കൂടി, ഇത് എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത്. അതായത് കുറച്ച് പഞ്ചസാര, ഒരു 1 ടീസ്പൂൺ പഞ്ചസാരയും, ഉണ്ടെങ്കിൽ അമുലിൻ്റെ ഫ്രഷ് ക്രീം ഒരല്പം, 1/2 കപ്പ് വരെ ആകാം, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ കുറച്ചിപ്പോൾ ചേർക്കാം. ഫ്രഷ് ക്രീം ചേർക്കണു. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്ററാകും ഇതിൻ്റെ നിറം. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ, കാണുന്നുണ്ടല്ലോ.
ഇനി ഞാൻ മുട്ടയെ ഒന്ന് കട്ട് ചെയ്തിടാൻ പോകും. ഇങ്ങനെ ഇടാം, നമുക്ക് മുഴുവനോടെയും ഇടാം വേണമെങ്കിൽ. ഇനി മുട്ടയെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് ഇളക്കരുത്. ഗ്രേവി ഞാനൊന്ന് സെറ്റ് ചെയ്യുകയാണ്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം ഞാൻ മുഴുവനെ കൂടി ഇടാൻ പോകും. ഈ മുട്ട എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. അത്രയ്ക്ക് ഗ്രേവി ഉണ്ട്. ഞാനിപ്പോൾ ഒരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 8 വരെ ആകും, 8 10 ആയാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളുടെ മുട്ട ബട്ടർ മസാല ഈസ് റെഡി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, മല്ലിയില. അത് ലാസ്റ്റ് നല്ല ഭംഗിയായിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇടും. ഫിനിഷ്ഡ്. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സോട്ടിക്കാണ്. അങ്ങനെ എഗ് ബട്ടർ മസാല റെഡി. അപ്പോൾ ബട്ടർ മസാലയിലെ ഏറ്റവും വെള്ളമായിട്ട് ഒരു പീസ് ബട്ടർ കൂടി വയ്ക്കാം. അത് ആ ചൂടിൽ കുറേശ്ശെ അലിഞ്ഞ് ഇങ്ങനെ അതിനിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഭംഗി. യമ്മി യമ്മി സൂപ്പർബായിട്ടുള്ളൊരു കറിയാണിത്. ഞാൻ മുട്ടയൊന്നും കഴിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ചാറ് ടേസ്റ്റ് ചെയ്ത് കാണും. നല്ലൊരു ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എങ്ങനെയിരിക്കും, അതിനേക്കാട്ടിലും ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കും, അപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്താ പറയുക, ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണ്. കുറച്ച് റിച്ചായിട്ടുള്ള സൈഡ് ഡിഷാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഐറ്റം കൂടിയാണ്. ചപ്പാത്തിയോ ബ്രെഡോ ഒക്കെ വെച്ചിട്ട്, റോൾസൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. പിന്നെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ, മുട്ട കഴിക്കുന്ന ആൾക്കാർ, വെജിറ്റേറിയൻ ആണെങ്കിലും മുട്ട കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അത്തരക്കാർക്കാണെങ്കിലും ഇത് നല്ലതാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എക്സലൻ്റാണ് എനിക്ക് അപ്പോൾ എനിക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരിക. കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കൂടാണ്ട് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.